അതിർത്തി സംഘർഷത്തിനിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് പാകിസ്ഥാൻ ഭീകരർ പരാജയപ്പെടുത്തി സൈന്യം 7 ഭീകരരെയും വകവരുത്തി. ഏറ്റുമുട്ടൽ ജമ്മു കാശ്മീരിലെ സാംബയിൽ. ഉറിയിലെ ഷെല്ലാക്രമണത്തിൽ സ്ത്രീ മരിച്ചു. പൂഞ്ചിലും പാക് വെടിവെപ്പിൽ ഒരു മരണം. തിരിച്ചടിച്ച് ഇന്ത്യ. കറാച്ചി തുറമുഖ ആക്രമണത്തിൽ പലതവണ നിലപാട് മാറ്റി പാകിസ്ഥാൻ. തുറമുഖം ആക്രമിച്ചില്ലെന്ന് ആദ്യം അവകാശവാദം. തുറമുഖത്ത് വൻ നാശനഷ്ടമെന്ന് പിന്നാലെ ട്വീറ്റ്. 1 മണിക്കൂറിന് ശേഷം ആക്രമണം സംബന്ധിച്ച ട്വീറ്റ് മുക്കി. അക്കൗണ്ട് ഇന്ത്യ ഹാക്ക് ചെയ്തതെന്ന് പുതിയ വാദം. അടുത്ത നീക്കം തീരുമാനിക്കാൻ ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ. സംയുക്ത സേനാ മേധാവിയും സേനാ തലവന്മാരുമായി പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയെ കണ്ട് രാജ്നാഥ് സിംഗ് സാഹചര്യം വിവരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം തുടരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അർദ്ധ സൈനിക വിഭാഗം തലവന്മാരും യോഗത്തിൽ. മണിപ്പൂരിൽ വിന്യസിച്ച സൈന്യത്തെ പാക് അതിർത്തിയിലേക്ക് മാറ്റുന്നു. കശ്മീരിലെ സംഘർഷ മേഖലയിൽ നിയോഗിക്കും. ആവശ്യമെങ്കിൽ കശ്മീരിലേക്ക് ഇനിയും സൈനികരെ എത്തിക്കാനും നീക്കം. നാണക്കേടിന് പകരം വീട്ടാൻ അവസരം കാത്ത് പാകിസ്ഥാൻ. ഹരിയാനയും പഞ്ചാബും ലക്ഷ്യമാക്കിയേക്കും. ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുത്, വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കരുത് എന്ന് നിർദ്ദേശം. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ജമ്മു സുരക്ഷിതമെന്ന് സൈന്യം. സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗം ജമ്മുവിലെത്തി. രജൌരിയിലും പൂഞ്ചിലും സന്ദർശനം. IPL മത്സരങ്ങൾ ഉപേക്ഷിച്ചു. കായിക താരങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണനയെന്ന് BCCI. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റി.